സാംജിയച്ചൻ, കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സന്തോഷ് ചേട്ടൻ, സ്വപ്ന ചേച്ചി, ഷായ് ചേട്ടൻ, നമ്മുടെ മുഹമ്മയുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഏറെ സംഭാവന നൽകി ദീർഘനാളം പ്രവർത്തിച്ചു. ഇപ്പം തിരുവനന്തപുരത്തേക്ക് പുതിയ വിദ്യാലയത്തിലേക്ക് സ്ഥലം മാറി പോകുന്ന സാംജിയച്ചന് ഇത്തരത്തിലൊരു ആദരവ് ഇവിടെ കൊടുക്കാൻ നമ്മുടെ അരങ്ങിൽ സോഷ്യൽ ഫോറത്തിൻ്റെ അണിയർ പ്രവർത്തകർക്കും ഇതിൻ്റെ സംഘാടകർക്കും ആദ്യമായിട്ട് തന്നെ ഒരു നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഫാദറിനെ ഞാൻ പരിചയപ്പെടാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലഘട്ടമാണ്. അതിനു മുമ്പും നേരിട്ട് പരിചയമില്ലെങ്കിലും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. കുറച്ച് കാലയളവിലാണ് ഞങ്ങൾ തമ്മിൽ നേരിട്ട് പരിചയമായത്. ആ കുറച്ച് കാലയളവിൽ തന്നെ ദീർഘകാലത്തെ പരിചയം തോന്നിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റവും മറ്റേ എളിമയാർന്നൊരു പെരുമാറ്റവും ഇത്രയും വലിയ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണെന്നൊരു തോന്നൽ പോലും നമുക്ക് തോന്നുന്നില്ല. ആൾ വെറും സിമ്പിളായിട്ടുള്ള ഒരാൾ. അങ്ങനെയാണ് ഞങ്ങൾ കുറച്ച് കാലത്തെ പരിചയമുണ്ട്. പക്ഷെ നമ്മുടെ ഈ മുഹമ്മ ഗ്രാമത്തില് ഇതുപോലൊരു സ്കൂള് ഇവിടെ വരികയും ആ സ്കൂള് ഈ കുറച്ച് കാലയളവിൽ തന്നെ ആ സ്കൂളിന്റെ ഒരു മാറ്റം നമ്മൾ പ്രകടമായി കണ്ടിട്ടുള്ളതാണ്. കഴിഞ്ഞൊരു പ്രളയകാലത്ത് നമ്മുടെ കുട്ടനാട് മേഖലയിൽ ഒരു 3000-ഓളം ആളുകൾ നമ്മുടെ ഈ സ്കൂളിലാണ് 10-16 ദിവസത്തോളം അവർക്ക് വീട് നഷ്ടപ്പെട്ട്, വസ്ത്രം നഷ്ടപ്പെട്ട്, എല്ലാം നഷ്ടപ്പെട്ട സമയത്ത് അവരെങ്ങോട്ട് പോകണമെന്നറിയാൻ മേലാതിരുന്ന സമയത്ത് നമ്മുടെ ഈ സ്കൂളിന്റെ എല്ലാ ഗേറ്റും അവർക്ക് വേണ്ടി തുറന്നു കൊടുത്ത് ഇവിടെ 10-3000-ഓളം ആളുകൾ 16 ദിവസം ഞാനും അവരുടെ കൂടെ ഈ സ്കൂളിൽ കഴിഞ്ഞവരാണ്. അന്ന് ഇവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും തന്നെ നമ്മുടെ ഈ സ്കൂളിൽ എല്ലാ സ്കൂൾ ക്ലാസ് റൂമുകളും എല്ലാ സംവിധാനങ്ങളും നമുക്ക് വേണ്ടി എടുത്തേക്കാൻ ഒരു നിയന്ത്രണവും ഇല്ല. നമുക്ക് എവിടെ വേണമെങ്കിലും ചെല്ലാം, എല്ലാ സംവിധാനങ്ങളും ഉപയോഗിക്കാം. അത്തരത്തിൽ അന്ന് നമ്മുടെ നാടിന് വേണ്ടി, നമ്മുടെ മുഹമ്മയ്ക്ക് വേണ്ടി നമ്മുടെ ഈ സ്കൂൾ നിലനിന്നു. അന്ന് പഴയ പുറയിലുള്ള ബിൽഡിംഗ് ഒന്നുമില്ല. പെട്ടെന്നാണ് സ്കൂളിന്റെ വളർച്ച. അതിലൂടെ നമ്മുടെ ഇപ്പം മുഹമ്മ പ്രദേശം കഞ്ഞിക്കുഴി ആയാലും ആലപ്പുഴ മുതൽ നമ്മുടെ കേരളത്തിൽ നിന്ന് ഒട്ടനവധി സ്ഥലങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ നമ്മുടെ ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അതിനെല്ലാം ഏറെ സംഭാവന വഹിച്ച നമ്മുടെ ഫാദറാണ്. ഇനിയും ഇപ്പൊ തിരുവനന്തപുരത്തേക്ക് പോകുന്നെന്ന് പറഞ്ഞ് ഇനി പുതിയ ചെല്ലുന്ന സ്ഥലത്തും വലിയ മാറ്റം കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ. എന്നും അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നമ്മുടെ മുന്നിലുണ്ടാകും. എപ്പോഴും നമ്പറുണ്ട്, ഇടക്കിടക്ക് വിളിക്കും. അപ്പം അദ്ദേഹത്തിന് ഈ ഒരു മംഗളാശംസകൾ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.